നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ആദ്യ വാർത്തയിലേക്ക്. നിറത്തിന്റെ പേരിലെ അധിക്ഷേപം തുറന്നു പറഞ്ഞും കറുപ്പിനെ അപകീർത്തിപ്പെടുന്നതിൽ പോരാട്ടത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. നിറത്തിന്റെ പേരിൽ നേരിട്ട അധിക്ഷേപങ്ങളെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഏറെ ചർച്ചയായതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. നിറത്തിന്റെ പേരിൽ ഇപ്പോഴും താരതമ്യപ്പെടുത്തിയ അധിക്ഷേപം നേരിടുന്നതായിരുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പ്. നിറത്തിന്റെ പേരിലെ അധിക്ഷേപവും വിവേചനവും കേരളീയ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ടോ? പൂർണ്ണമായും തുടച്ചു നീക്കാനാകാതെ അത് തുടരുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്നു പറച്ചിൽ. കാലങ്ങളായി നിറത്തിന്റെ പേരിൽ നേരിടുന്ന അധിക്ഷേപം ചീഫ് സെക്രട്ടറിയായ ശേഷവും തുടരുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ശാരദാ മുരളീധരൻ തുറന്നു പറഞ്ഞത്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം കറുത്തതെന്നും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിന്റെ പ്രവർത്തനം വെളുത്തതെന്നും ഒരാൾ വിമർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. ഇത്തരത്തിലുള്ള തുലനകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷെ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുള്ളൊരു തുലന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? ചീഫ് സെക്രട്ടറിയുടെ തുറന്നെഴുത്ത് സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കിടയാക്കി. കേരളത്തിലായതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതികരണമുണ്ടായതെന്ന് ശാരദാ മുരളീധരൻ പറയുന്നു. തമാശയെന്ന മട്ടിലെ അധിക്ഷേപ പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നവർക്ക് അത് തമാശ, കൊള്ളുന്നവർക്ക് അത് വേദനയാണ്. അധിക്ഷേപ പരാമർശത്തിലെ ഈ ഒരു പ്രതികരണത്തോടെ ശാരദാ മുരളീധരൻ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാനാണ് തീരുമാനം. അധിക്ഷേപിക്കുന്നവർക്ക് മുന്നിൽ ആവർത്തിച്ച് പറയാനുള്ളത് ഇതാണ്. ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ ശാരദയാണ്, ഞാൻ കറുപ്പാണ്. എൻ്റെ കറുപ്പ് എന്നുള്ളത് എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല, അതിന് മാറ്റിക്കൂട്ടുന്നതാണ്. 24 തിരുവനന്തപുരം. എന്തായാലും ഈ തുറന്നു പറച്ചിലിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണയുമായി കേരളം. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ളവർ ചീഫ് സെക്രട്ടറിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. സമൂഹമാധ്യമങ്ങളിലും വിഷയത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ പോലെ ഒരാൾക്ക് നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടുന്നു എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹം എത്രമാത്രം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. എന്തൊരു മാനസികാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണേണ്ടത്. കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. വെളുത്തവന്റെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി 4 വയസ്സുള്ളപ്പോൾ കറുത്ത് പോയതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ പോയി വെളുത്ത് വരണമെന്ന് ആഗ്രഹിച്ചു. അത് ആ ചിന്തയാണ്, അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ജാതി വ്യവസ്ഥയുടെ ഭയാനകത സൂചിപ്പിക്കുന്നതാണത്. അത് കേരളത്തിലായാലും രാജ്യത്താകമാനം അതിന്റെ ഭയാനകത സൂചിപ്പിക്കുന്നതാണത്. എത്രമാത്രം വലിയൊരു മോൺസ്റ്റർ ആണ് ജാതി എന്നുള്ളതാണ് ഈ ചീഫ് സെക്രട്ടറിയുടെ അനുഭവം നമ്മളോട് പറയുന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കൾക്ക് പങ്കുണ്ടെന്ന തിരൂർ സതീഷിന്റെ 24-നോടുള്ള വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ട് എന്ന് പോലീസ്. BJPയെ പരാമർശിക്കാതെയുള്ള ED കുറ്റപത്രത്തിന് പിന്നാലെയാണ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. പണവുമായി ബന്ധമില്ലെങ്കിൽ BJP നേതാക്കൾ എന്തിനാണ് കൊടകരയിൽ എത്തിയതെന്നാണ് തിരൂർ സതീഷിന്റെ ചോദ്യം. കൊടകര കുഴൽപ്പണക്കേസിൽ BJPക്ക് പങ്കില്ലെന്ന EDയുടെ കുറ്റപത്രം രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നു. പോലീസ് കണ്ടെത്തലുകൾ അപ്പാടെ തള്ളുന്ന ED റിപ്പോർട്ടിനെതിരെ BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് രംഗത്തെത്തി. ഈ സംഭവം നടന്നപ്പോൾ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ, മേഖലയുടെ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് ഈ കൊടകരയിൽ ഈ റോബറി നടന്ന സ്ഥലത്തേക്ക് എത്തിയത്? ധർമ്മരാജൻ ഇവരെ ബന്ധപ്പെട്ടു, അവിടെ പോയി. പാർട്ടിക്ക് ഈ പണമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. തിരൂർ സതീഷ് 24-നോട് നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. ആരോപണങ്ങൾ അതീവ ഗൗരവകരമെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണെങ്കിലും പോലീസിന് അന്വേഷണത്തിന് നിയമതടസ്സമുള്ളതിനാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ തിരൂർ സതീഷിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. തുടരന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്ത് പരിഗണിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം.
അതിനിടയിൽ ഇഡിയെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ഇഡി അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ഇഡി രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത് ക്ലീനായിട്ട് കേരളത്തിലെ BJP നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസ് CPIM-ഉം BJP-യും തമ്മിൽ ഒത്തുതീർപ്പാക്കിയെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. തിരൂർ സതീഷ് നൽകിയ സ്വകാര്യ അന്യായത്തിൽ അനുകൂല വിധിയുണ്ടായാൽ കൊടകര കുഴൽപ്പണ കേസിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് വഴിയൊരുങ്ങുമെന്നതാണ് വിലയിരുത്തൽ. 24 തൃശൂർ. കൊടകര കുഴൽപ്പണ കേസിൽ സംസ്ഥാന സർക്കാർ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് എങ്കിലും ED അതെല്ലാം അട്ടിമറിച്ചു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശനിയാഴ്ച കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. BJP കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ED കരുവന്നൂരിൽ CPM-നെ കുരുക്കാൻ ശ്രമിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അതിൻ്റെ ഏറ്റവും ശരിയായ ഉദാഹരണമാണ് കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ കുറ്റവിമുക്തമാക്കുന്ന വിധമുള്ള EDയുടെ ഇടപെടൽ. BJP നേതാക്കൾക്കെതിരെ ഒരു പോറലും വരാതെ രീതിയിൽ ചാർജ് ഷീറ്റ് തന്നെ തിരുത്തി എഴുതി BJPയുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കൊടകര കുഴൽപ്പണ കേസിലെ ED കുറ്റപത്രത്തിനെതിരെ ഇപ്പോൾ തൃശൂരിൽ CPM-ന്റെ പ്രതിഷേധമുണ്ടെന്ന് അറിയുന്നു. സൂരജ് സജി അതിന്റെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ്, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച ED ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നു എന്നറിയുന്നു. അപ്പം കരുവന്നൂരിലെ ഇത് മറ്റൊരു നിലപാടാകുമ്പോൾ എങ്ങനെയാണ് ED ഈ രീതിയിൽ നിലപാട് കൊടകരയിൽ സ്വീകരിക്കുന്നത് ചോദ്യവും ഉയർത്തുന്നു. CPM എന്താണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ CPM-ന്റെ പ്രതിഷേധം തൃശൂരിൽ? പ്രജിൻ, കൊടകര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED നടത്തുന്ന കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തൃശൂർ നഗരത്തിൽ വലിയ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതിൽ CPM ഉയർത്തിക്കാട്ടുന്ന കൃത്യമായി BJPയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പ്രതികരിച്ചത് രാഷ്ട്രീയ ദാസ്യവേലയാണ് ED നടത്തുന്നത് എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് CPM പോയത്. കഴിഞ്ഞ തവണ ഈ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ അടക്കം ഉയർന്ന ഒരു വിമർശനമുണ്ട്. അതായത് EDക്കെതിരെ ഒരു കടുത്ത നിലപാട് CPM-ന്റെ ഭാഗത്ത് നിന്ന്, ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലെന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിച്ച് മണിക്കൂറുകളാകുന്നതിന് മുൻപ് തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. CPM ജില്ലാ സെക്രട്ടറി നമുക്കൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു പരസ്യ പ്രതിഷേധം? അല്ല, EDയുടെ ഈ ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ തീരുമാനത്തിനെതിരായി ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. കൊടകരയിലെ കുഴൽപ്പണം, ആ കുഴൽപ്പണത്തെക്കുറിച്ച് അന്വേഷിച്ച ED എന്ന ഏജൻസി BJPക്ക് നല്ല ചീട്ട് കൊടുക്കുന്നത് എന്ത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തിരൂർ സതീഷ് തൻ്റെ മൊഴിയെടുത്തില്ല എന്ന് പറയുമ്പോൾ സതീഷിൻ്റെ മൊഴിയെടുക്കാതെ അന്തിമമായ കുറ്റപത്രം എങ്ങനെയാണ് EDക്ക് നൽകാൻ കഴിയുക? ഈ ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി നൽകാൻ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലാകെ അലയടിക്കും. അതിന് മുന്നോടിയായിട്ടാണ് തൃശ്ശൂരിലെ ഈ പ്രകടനം. പ്രജിൻ, ഇത് തന്നെയാണ്, വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കും എന്നുള്ളതാണ് CPM ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന. പ്രജിൻ, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. EDയുടെ കുറ്റപത്രത്തിനെതിരെയാണ് ഇപ്പോൾ തൃശൂരിൽ CPM-ന്റെ വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. 24 ഇംപാക്ട്. വയനാട് മാനന്തവാടിയിലെ അനധികൃത മനുഷ്യപരീക്ഷണ നീക്കത്തിൽ അന്വേഷണവുമായി പട്ടികവർഗ വകുപ്പ്. പരീക്ഷണത്തിനെത്തിയ അമേരിക്കൻ ഏജൻസിയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OR കേളു വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് പട്ടികവർഗ വകുപ്പും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. 24 റിപ്പോർട്ടിന് പിന്നാലെ സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അമേരിക്കയിലെ സർവകലാശാലയിൽ നിന്ന് ഒരു പ്രൊഫസർ തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സെമിനാറിനായി എത്തുന്നു. 3 ദിനങ്ങളിലായി നടത്തിയ സെമിനാറിനൊടുവിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് വിരലിൽ അണിയാവുന്ന സ്മാർട്ട് റിംഗ് നൽകുന്നു. മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്ന പേരിലാണ് ഈ ഉപകരണം നൽകിയിട്ടുള്ളത്. ഈ ഉപകരണം പരീക്ഷണമെന്ന് കോളേജ് ജീവനക്കാരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഡീൻ ചുമതല വഹിക്കുന്ന അധ്യാപകനാണ് പോസ്റ്റ് ഇടുന്നത്. ഇതിനുശേഷം എടവകയിലെ അഗ്രഹാരം ഉന്നതിയിൽ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ യോഗം ചേരുന്നു. ഇവിടെ ഉപഹാരമായി നൽകിയത് മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിനുകൾ. ഇതിനെല്ലാം പിന്നിൽ ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട വിവരശേഖരണമെന്ന് പകൽ പോലെ വ്യക്തം.
ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ല, പട്ടികവർഗ വകുപ്പിന്റെയും അനുമതിയില്ല. എന്നിട്ടും ഇത് നടപ്പാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഉയരുന്ന ചോദ്യം. മന്ത്രി OR കേളു അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം ആദ്യം നമ്മൾ നടത്തും. അവരുടെ അമേരിക്കൻ ഏജൻസി എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും കൂടി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുകൂടി അന്വേഷിക്കും. അമേരിക്കയിലെ PC റോസി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ പ്രൊഫസർ ധ്രുവ് ശേഷാദ്രിയാണ് ക്ലാസ് എടുക്കാൻ എത്തിയതെന്ന് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കുട്ടികൾക്ക് വിരലിലണിയാവുന്ന ഉപകരണം നൽകിയ കാര്യവും ഈ കുറിപ്പിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹെൽത്ത് മോണിറ്ററിംഗിന് ഉപയോഗിക്കുന്ന അൾട്രാ ഹ്യൂമൻ റിംഗ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും പറയുന്നു. എന്തു തരത്തിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നതെന്ന കാര്യത്തിൽ കോളേജിന് ഉത്തരമില്ല. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിഷയത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം തുടരുകയാണ്. 24 വയനാട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയായി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വായ്പയായി ഫണ്ട് സ്വീകരിക്കില്ല എന്ന മുൻ നിലപാടിൽ മാറ്റം വരുത്താൻ മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത്. പദ്ധതിയുടെ നടത്തിപ്പുകാരായ അദാനി പോർട്സിന് പണം നൽകേണ്ട സമയമായതുകൊണ്ടാണ് നിലപാടിൽ മാറ്റം വരുത്തിയതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടിയുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ 817.80 കോടി രൂപ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. കേന്ദ്രം നേരത്തെ നിർദ്ദേശിച്ചതുപോലെ തന്നെ വായ്പയായി VGF കൈപ്പറ്റാനാണ് തീരുമാനം. നമ്മൾ 817.80 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് VGF തരേണ്ടത്. നമ്മളത് ഇപ്പോൾ നിലവിൽ VGF വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി ഇപ്പോൾ വാങ്ങേണ്ടി വരും. ഗ്രാൻഡായി ലഭിക്കേണ്ട VGF വായ്പയായി അനുവദിക്കുന്നതിൽ സംസ്ഥാനം നേരത്തെ പ്രതിഷേധം അറിയിച്ചിരുന്നു. 5554 കോടി രൂപ ചെലവിട്ട് രാജ്യത്തിനാകെ പ്രയോജനപ്പെടുന്ന തുറമുഖം നിർമ്മിച്ച സംസ്ഥാനത്തോട് വിവേചനം കാട്ടുന്നതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്ക് കത്തും അയച്ചിരുന്നു. ഈ നിലപാടിൽ നിന്ന് മാറിയാണ് വായ്പയായി VGF സ്വീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വെച്ച് ഇതിൻ്റെ പേരിൽ തർക്കമായിട്ട് നിൽക്കാതെ ഇപ്പോൾ VGF നമ്മൾ വാങ്ങിയെടുക്കുകയും ഒപ്പം നമുക്ക് ഈ കാര്യം സംബന്ധിച്ച് വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യങ്ങൾ പെടുത്തിയും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ VGF അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മളത് ഇപ്പോൾ നിലവിൽ VGF വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കാനാണ് 2005 മുതൽ കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കുന്നത്. എന്നാൽ ഇതാദ്യമായാണ് VGF വായ്പയായി നൽകുന്നത്. 24 തിരുവനന്തപുരം. SKN40 കേരള യാത്ര 10ാം ദിനത്തിൽ കോട്ടയം ജില്ലയിലെ പര്യടനം വൻ ജനപങ്കാളിത്തത്തോടെ തുടരുകയാണ്. ഇന്ന് ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. നാളെ ഇടുക്കി ജില്ലയിലാണ് പര്യടനം. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്ന് 10ാം ദിന പര്യടനത്തിന് ആവേശപൂർവമായ തുടക്കം. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സ്കൂൾ വിദ്യാർത്ഥികളും സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരും കേരള യാത്രയുടെ ഭാഗമായി. അപ്പൊ എല്ലാ ആശംസകളും SKN40. അമ്മമാരെ, അമ്മമാരുടെ കാര്യം ഓക്കെ, ഇങ്ങനെയൊക്കെ സ്നേഹമാണ് വരുന്നത്. கடவுள் கொன்று உணவாய் தின்று மிருகம் மட்டும் வளர்கிறதே. நந்தகுமாரா நந்தகுமாரா, நாளை மிருகம் கொள்வாயா? மிருகம் தின்ற எச்சம் கொண்டு மீண்டும் கடவுள் செய்வாய். ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ ക്രിക്കറ്റ് മാച്ച്. നമ്മൾ വിചാരിക്കുന്നത് പുതുപ്പള്ളി പോയി ചാണ്ടി ഉമ്മനെ മടയിൽ പോയിട്ടൊന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമുക്ക് നല്ലൊരു ടീമുണ്ട്. കൃഷ്ണ, ചാണ്ടി ഉമ്മൻ MLA പുതുപ്പള്ളി ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കേണ്ടി വരും. മാത്രമല്ല ചാണ്ടി ഉമ്മൻ ഡേറ്റ് കുറിച്ചോട്ടെ. ലോകനാർക്കാവൽ അമ്മയാണ് ഇന്നേക്ക്. കളരി പരമ്പര ദൈവങ്ങളാണ്. 31-ാം തീയതി ചാണ്ടി ഉമ്മനുമായിട്ട് നമ്മളോട് അംഗം കുറിക്കുന്നു. ഒന്ന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലും കേരള യാത്ര പര്യടനം നടത്തി. ഇപ്പോൾ ഒരാളെ മയക്കുമരുന്നുമായിട്ട് ഒരാളെ പിടിച്ചാൽ വിതരണക്കാരനാണ് വലിയ പ്രശ്നം. അദ്ദേഹത്തെ ഒരു മാസം ഒന്ന് റീഹാബിലിറ്റ് ചെയ്യാനും എക്സോട്ടിക്കേറ്റ് ചെയ്യാനും ഒരു മാസത്തെ ഒരു പാക്കേജ് ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ പിന്നെ ഒരിക്കലും ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരാളെ പിന്നെ ഒരിക്കലും വിതരണം ചെയ്യരുത്.
പാമ്പാടി വിമലാംബിക പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിലും കേരള യാത്രയെത്തി. സ്വന്തം മകൻ, സ്വന്തം മകൾ, ഇവരൊക്കെ തന്നെ കയ്യകലത്തായി പോയി എന്ന് വിലപിക്കുന്ന അമ്മമാരുടെ സ്വരം കേരളത്തിൽ അമർന്നു കേൾക്കാൻ തുടങ്ങി. ഇന്നല്ലെങ്കിൽ നാളെ ആമാശയത്തിനുള്ളിൽ കിടക്കുന്ന MDയുടെ കവർ പൊട്ടി ഒരാൾ മരിച്ചതുപോലെ ഈ അമ്മമാരുടെ കണ്ണുനീരിൽ കേരളം വെന്തുരുകി പോകും. അതിന് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. പാലായിലെ സമാപന സമ്മേളനം പൂർത്തിയാക്കി കേരള യാത്ര ഇടുക്കി ജില്ലയിലേക്ക് കടക്കും. 24 കോട്ടയം. ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഈ യാത്രയുടെ തത്സമയ സംപ്രേഷണവും ലഭ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തനിക്കെതിരായ സാമ്പത്തിക ആരോപണം തള്ളി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ പ്രൊഡക്ഷൻ മാനേജർ നിജുരാജിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി അട്ടിമറിക്കാനും തന്നെ താറടിക്കാനും വേണ്ടിയാണ് നിജുരാജ് പരാതി നൽകിയതെന്നും ഷാൻ റഹ്മാൻ ആരോപിക്കുന്നു. നിഖിൽ പ്രമേഷ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഈ വർഷം ജനുവരി 25-നാണ് കൊച്ചിയിൽ ഈ ഉയിരെ എന്ന പേരിൽ ഷാൻ റഹ്മാൻ ഒരു മ്യൂസിക് കൺസേർട്ട് സംഘടിപ്പിച്ചത്. അതാണിപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഇന്നലെ ഷാൻ റഹ്മാനെതിരെ ഒരു കേസെടുത്തു എന്ന വാർത്ത വന്നിരുന്നു. ഇപ്പോൾ അതിലൊരു വിശദീകരണം എന്താണ്, ഏത് രീതിയിലാണ് ഷാൻ റഹ്മാൻ നൽകുന്നത്? സ്വാഭാവികമായിട്ടും ഷാൻ റഹ്മാനെ പോലെ ഈ മേഖലയിൽ ഇപ്പോൾ ഇത്രയധികം സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു സംഗീത സംവിധായകനിൽ നിന്ന്, ഒരു ഗായകനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായിട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്നതാണ്, ആളുകൾ സംശയിക്കുന്നതാണ്. എന്തായാലും ഈ സംഗീത നിശ, ഉയരെ എന്ന വലിയ വിജയമായ സംഗീത നിശയുമായി ബന്ധപ്പെട്ടാണ് ഒരു പുതിയ വിവാദം രൂപപ്പെട്ടിരിക്കുന്നത്. 38 ലക്ഷത്തോളം രൂപ വഞ്ചിച്ചു, തന്നിൽ നിന്ന് വഞ്ചിച്ച് സ്വന്തമാക്കി എന്നുള്ള പരാതിയാണ് നിജുരാജ് എന്ന പ്രൊഡക്ഷൻ മാനേജർ നൽകിയിട്ടുള്ളത്. ആ പരാതിന്മേലാണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി ഷാൻ റഹ്മാൻ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഷാൻ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? തന്റെ ഭാര്യ ഇതേ വിഷയത്തിൽ ഈ നിജുരാജിനെതിരെ നേരത്തെ തന്നെ ഇൻഫോ പാർക്ക് പോലീസിൽ ഏതാണ്ട് ഒരാഴ്ച മുൻപ് തന്നെ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി മറയ്ക്കാൻ, ആ പരാതി മൂടി വെക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ പരാതിയിൽ നിന്ന് താങ്കൾ പുറകോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മറുപരാതി തങ്ങൾക്കെതിരെ നൽകിയിട്ടുള്ളത്. ഈ സംഗീത നിശയുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിജുരാജ് അറിയിച്ചിരുന്ന തുക ഒരു പൈസ പോലും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊരു കരാറായിരുന്നു. ഷാൻ റഹ്മാന്റെ മ്യൂസിക് കമ്പനിയോടൊപ്പം തന്നെ ഈ നിജുരാജിന്റെ ടീം ഇവർ ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നത്. എന്നാൽ അവർ നൽകേണ്ടിയിരുന്ന ഒരു തുക പോലും നൽകിയിട്ടില്ല. ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതി വ്യാജമാണ് എന്നാണ് ഷാൻ റഹ്മാൻ ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ആശ്രിത നിയമനത്തിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കിയിരിക്കുന്നു സർക്കാർ. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ആശ്രിത നിയമനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരിച്ചാൽ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയില്ല എന്നതാണ് വ്യവസ്ഥ. ആർ ശ്രീത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ശ്രീത്ത്, വിശദാംശങ്ങൾ പറയും. ശ്രീയത്തിലേക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആശ്രിത നിയമത്തിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കിയ സർക്കാർ തീരുമാനമാണ് ഇപ്പോൾ വാർത്തയിൽ നിറയുന്നത്. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള ആശ്രിത നിയമനത്തിനാണ് പുതിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീയത്തിലേക്ക് വീണ്ടും. ശ്രീയത്ത്, ഇപ്പോൾ വളരെ സുപ്രധാനമായൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഈ സർവീസിൽ ഇരിക്കുക അല്ലെങ്കിൽ സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരിച്ചാൽ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയില്ല എന്നതാണ് പുതിയ വ്യവസ്ഥ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ആശ്രിത നിയമനത്തിനുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾക്ക് ഈ പുതിയ മാർഗനിർദ്ദേശത്തിൽ സർക്കാർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയ്ഡഡ് സ്കൂളുകളിൽ സർവീസിലിരിക്കെ മരണപ്പെടുന്ന ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, അവരുടെ ആശ്രിതർക്ക് ഈ ആശ്രിത നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. ഇപ്പോൾ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ എയ്ഡഡ് സ്കൂളുകളിലെ ജീവനക്കാർക്കും അധ്യാപകരുടെയുമൊക്കെ സർവീസിലിരിക്കെ മരണമടഞ്ഞാൽ ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട്. ഉദാഹരണത്തിന് 4 തസ്തികകളുടെ ഒഴിവ് വരുമ്പോൾ ഒരു തസ്തിക ഇത്തരത്തിൽ ആശ്രിത നിയമനത്തിനായി നീക്കിവെക്കുന്ന വ്യവസ്ഥ നിലവിലുണ്ട്. എന്നാൽ ഇപ്പോൾ സർക്കാർ അംഗീകരിച്ച പുതിയ മാർഗനിർദ്ദേശം പ്രകാരം എയ്ഡഡ് സ്കൂളുകളിലെ ജീവനക്കാർക്ക് ആശ്രിത നിയമനത്തിൽ സർവീസിലിരിക്കെ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ആശ്രിത നിയമനത്തിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഇതോടൊപ്പം തന്നെ ജീവനക്കാരൻ
SR ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. UGS ഗ്രൂപ്പിന്റെ പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം തുടങ്ങി. കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MP മുഖ്യ അതിഥിയായി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ക്യാഷ് കൗണ്ടറും അഹമ്മദ് ദേവർകോവിൽ MLA സ്ട്രോങ് റൂമും ഉദ്ഘാടനം ചെയ്തു. KTDC ചെയർമാൻ PK ശശി കോൺഫറൻസ് ഹാളിനെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ഗോൾഡ് ലോൺ സ്കീമുകൾ, ആഴ്ച തവണയിൽ അടയ്ക്കാവുന്ന ബിസിനസ് ലോണുകൾ, യൂസ്ഡ് വെഹിക്കിൾ ലോണുകൾ, കാർഷിക ലോണുകൾ തുടങ്ങിയവയും അനേകം നിക്ഷേപ പദ്ധതികളും പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലഭ്യമാകും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു.